ഹായ് എവറി വൺ, മൈ നെയിം ഈസ് സഫാൻ അസ്ലൻ. ഐ എം എൻ ACCA ഫൈനലിസ്റ്റ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ACCA പറ്റിയിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് കുറേ പിള്ളേർ നിൽക്കുന്നുണ്ട്. അതേപോലെ BCom ഗ്രാജുവേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഏത് കൈൻഡ് ഓഫ് ഡിഗ്രി എടുത്ത് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ACCA പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. സോ ഇതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോ ഫുള്ളായിട്ട് മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. And let's move to the video. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ACCA എലിജിബിലിറ്റീനെ പറ്റിയിട്ടാണ്. സോ എലിജിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 10th കഴിഞ്ഞ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും +2 കഴിഞ്ഞ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും ACCA എടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ സം കൈൻഡ് ഓഫ് പ്രൊഫഷണൽ കോഴ്സസ് കഴിഞ്ഞ സ്റ്റുഡൻസിനും എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് ACCA എന്ന് പറയുന്നത്. ഇപ്പോൾ കോമൺലി നമ്മൾ കേട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഡൗട്ടാണ്, ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ACCA ക്രാക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് ആക്ച്വലി കുറച്ചും കൂടി നോളേജ് കൂടുതലായിരിക്കും എന്നുള്ളത്. പക്ഷേ ഒരിക്കലും ഈ പറയുന്ന ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ +2 കഴിഞ്ഞതാണ് അങ്ങനത്തെ ഒരു കാറ്റഗറൈസ് അല്ല. ഇനി അങ്ങോട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ACCA. ഇനി അങ്ങോട്ട് പഠിക്കുക എന്നുള്ളതിലാണ് കാര്യം. ഇത്ര വരെ നമ്മൾ എന്ത് ആക്കി വെച്ചു എന്നുള്ളതിൽ കാര്യമില്ല. ഇനി അങ്ങോട്ട് നമ്മൾ ശ്രമിക്കുക, പഠിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ വരുന്നൊരു സംഭവമാണ് ACCA ഡ്യൂറേഷൻ. സോ ACCA ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് കൊണ്ട് നമുക്ക് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം നമ്മൾ സിംഗിൾ അറ്റംപ്റ്റിൽ ACCA പേപ്പേഴ്സ് പാസ്സായി പോയാലാണ്. പക്ഷെ നമ്മൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഈ പറയുന്ന 1.5 ഇയേഴ്സോ 3 ഇയേഴ്സോ കൊണ്ടൊന്നും നമുക്ക് ACCA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മളൊരു ആവറേജ് ആയിട്ട് പറയുന്നതാണ് 1.5 to 3 ഇയേഴ്സ് കൊണ്ട് ACCA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ചിലപ്പം ഇതിനേക്കാൾ കൂടുതൽ ടൈം നമ്മൾ എടുത്തേക്കാം. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ കോമൺ ആയിട്ട് നമ്മൾ കേട്ട് വരുന്നൊരു സംഭവമാണ് 21 വയസ്സിൽ ലൈഫ് സെറ്റിൽ ആവുക എന്ന് പറയുന്നൊരു കാര്യം. ഈ 21 വയസ്സിൽ ലൈഫ് സെറ്റിൽ ആവുക എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ട് സിംഗിൾ അറ്റംപ്റ്റിൽ ACCA ക്രാക്ക് ചെയ്യുമ്പോഴാണ്. ആൻഡ് അത് ലൈഫ് സെറ്റിൽ ആവുക എന്നുള്ളതിലോട്ട് നമുക്ക് ടേം ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മുടെ കരിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്ന് പറയുന്നൊരു സംഭവത്തിലോട്ട് എത്തിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ACCA ജോയിൻ ചെയ്യുന്നവരോട് ഞാൻ പറയുന്നുണ്ടായിരിക്കാം, ഒന്ന് ആലോചിച്ചിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാണ്ട് നമ്മൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത് 3 വർഷം കൊണ്ട് നമുക്ക് പെട്ടെന്ന് സെറ്റിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ ആക്കാണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് ഇതിലോട്ട് താല്പര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയും. നെക്സ്റ്റ് നമുക്ക് പറയുന്നതാണ് ACCA പേപ്പേഴ്സ് വരുന്നത്. നമുക്ക് ശരിക്കും ACCA 13 പേപ്പേഴ്സ് എഴുതിയാൽ മതി. 15 പേപ്പേഴ്സ് ആണ് നമുക്ക് ശരിക്കും ACCA വരുന്നത്. പക്ഷെ അതിൽ 13 പേപ്പേഴ്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ACCA അഫിലിയേറ്റ് ആവും. ഓക്കെ, അതിൽ 4 പേപ്പർ, ഫസ്റ്റത്തെ 4 പേപ്പർ ശരിക്കും നമുക്ക് ഓൺ ഡിമാൻഡ് ബേസ്ഡ് എക്സാം ആണ്. ആ 4 പേപ്പേഴ്സിന് നമ്മൾ നോളേജ് ലെവൽ എന്നാണ് പറയുന്നുണ്ടാവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ലോ ആണ്. അത് ശരിക്കും സ്കില്ലിൽ വരുന്ന ഒരു പേപ്പറാണ്. പക്ഷെ അത് ഓൺ ഡിമാൻഡ് ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് നമ്മൾ അതിനെ നോളേജ് ലെവൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നു എന്നുള്ളൂ. ശരിക്കും അത് സ്കില്ലിലെ പേപ്പറാണ്. അപ്പോൾ ഈ 4 എക്സാംസ് നമുക്ക് ഓൺ ഡിമാൻഡ് ബേസ്ഡ് ആയിരിക്കും. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ പറയുന്ന ക്വാർട്ടർലി ബേസിസിലായിരിക്കും നടക്കുന്നുണ്ടാവുക. സോ ഫസ്റ്റത്തെ 3 പേപ്പറാണ് നോളേജ് ലെവൽ. പിന്നെയുള്ള 5 പേപ്പറാണ് സ്കിൽ ലെവൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 4 പേപ്പേഴ്സാണ് പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൊഫഷണൽ ലെവലിൽ നമുക്ക് ശരിക്കും വരുന്നത് 2 കമ്പൽസറി പേപ്പറും 4 ഓപ്ഷണൽ പേപ്പേഴ്സാണ്. അപ്പോൾ ഈ 2 കമ്പൽസറി പേപ്പർ നമ്മൾ എന്തായാലും ചെയ്യണം. പിന്നെ ഈ പറയുന്ന 4 ഓപ്ഷണൽ പേപ്പേഴ്സിൽ 2 പേപ്പേഴ്സ് എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെയാണ് ശരിക്കും നമുക്ക് എന്ത് വരുന്നത്, 4 പേപ്പേഴ്സ് എന്തിൽ വരുന്നുണ്ടായിരിക്കും, ഈ പറയുന്ന P ലെവലിൽ വരുന്നുണ്ടായിരിക്കാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ലെവലിൽ. ഓക്കെ, സോ നോളേജ് ലെവലിൽ നമുക്ക് വരുന്ന പേപ്പേഴ്സ് 3 പേപ്പേഴ്സാണ്. ഈ 4 എന്ന് പറയാനുള്ളത് ലോ ഓൺ ഡിമാൻഡ് ആയതുകൊണ്ടാണ്, പക്ഷേ ശരിക്കും അത് സ്കില്ലാണ് കേട്ടോ. അപ്പോൾ ഈ 3 പേപ്പേഴ്സിൽ നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് എന്തായിരിക്കും, ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പേപ്പർ ആയിരിക്കും. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറും പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറും. ഇങ്ങനെ 3 പേപ്പേഴ്സാണ് നമുക്ക് എന്ത് വരുന്നത്, നോളേജ് ലെവലിൽ വരുന്നത്, ACCA ഫസ്റ്റ് ലെവലിൽ വരുന്നത്. ആൻഡ് ACCA സെക്കൻഡ് ലെവൽ ആയിട്ടുള്ള സ്കിൽ ലെവലിൽ വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് 5 പേപ്പേഴ്സ് ആയിരിക്കും. അതിൽ ഒരെണ്ണമാണ് ലോ എന്ന് പറയുന്ന പേപ്പർ. ആൻഡ് ഇത് ഓൺ ഡിമാൻഡ് ബേസ്ഡ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഈ ഓൺ ഡിമാൻഡ് ബേസ്ഡ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണോ നമ്മൾ പഠിച്ചു കഴിയുന്നത് അന്ന് നമുക്ക് എക്സാം എഴുതാം. അതാണ് ഈ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ നമുക്ക് വരുന്ന പേപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കും, ഓഡിറ്റ് ആൻഡ് അഷുറൻസ് ഉണ്ടായിരിക്കും, പെർഫോമൻസ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും ആൻഡ് ടാക്സേഷൻ ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു 5 പേപ്പേഴ്സ് അല്ല 6 പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. പിന്നെ നമുക്ക് ഈ ലാസ്റ്റത്തെ പ്രൊഫഷണൽ ലെവൽ എന്ന് പറയുന്നതിൽ 2 കമ്പൽസറി പേപ്പേഴ്സും 4 ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ് വരുന്നത്. ഈ 2 കമ്പൽസറി പേപ്പേഴ്സ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ എന്ന് പറയുന്ന പേപ്പറും സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പേപ്പറാണ്. ആൻഡ് ബാക്കിയുള്ള 4 ഓപ്ഷണൽ പേപ്പർ ഉണ്ടായിരിക്കും. അതിൽ 2 പേപ്പേഴ്സ് നമ്മൾ എടുത്തെഴുതാണ് വേണ്ടത്. ഓപ്ഷണൽ പേപ്പേഴ്സിൽ നമുക്ക് വരുന്നത് അഡ്വാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, അഡ്വാൻസ് പെർഫോമൻസ് മാനേജ്മെന്റ് ഉണ്ട്, അഡ്വാൻസ് ടാക്സേഷൻ ഉണ്ട്, അഡ്വാൻസ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് ഉണ്ട്. ഓക്കെ, ഈ 4 ഏതെങ്കിലും 2 എടുത്തെഴുതുക. ആൻഡ് ഓൾസോ 2 കമ്പൽസറി പേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് പി ലെവലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ലെവലിൽ 4 പേപ്പേഴ്സ് വരുന്നത്. നമുക്ക് ആക്ച്വലി ACCAക്ക് എക്സംഷൻ കിട്ടുന്നുണ്ടായിരിക്കും. എക്സംഷൻ എന്ന് പറയുന്ന സമയത്ത് ACCAയുടെ ചില പേപ്പേഴ്സ് എഴുതണ്ട എന്നുള്ളൊരു സംഭവം ഉണ്ടായിരിക്കും. അതിപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, അതേപോലെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള CA പോലത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് വരുന്നതാണെന്നുണ്ടെങ്കിൽ എക്സംഷൻ കിട്ടും. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡിഗ്രി ആണോ എടുത്തിരിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ എടുത്തിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സംഷൻ കിട്ടുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു BCom ഗ്രാജുവേറ്റ് ആണ്, BBA ഗ്രാജുവേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5 പേപ്പേഴ്സ് വരെ എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട്. ആൻഡ് ഓൾസോ CA ക്ലിയർഡ് ആയിട്ട് വന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 പേപ്പേഴ്സ് വരെ എക്സംഷൻ കിട്ടും. പ്രൊഫഷണൽ ലെവലിൽ ബാക്കിയുള്ള 4 പേപ്പേഴ്സ് എഴുതിയാൽ മതി. ACCA എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ 180+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. സോ നിങ്ങൾക്ക് ഒരുപാട് കൺട്രീസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ACCA എടുത്തു കഴിഞ്ഞാൽ. ലൈക്ക് കോമൺലി നമുക്ക് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ലൈക്ക് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടും ഫിനാൻഷ്യൽ മാനേജർ ആയിട്ടും ഓഡിറ്റർ ആയിട്ടും ടാക്സേഷൻ ഫീൽഡിലോട്ടും ആൻഡ് പെർഫോമൻസ് മാനേജർ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണോ ചോദിച്ചു കഴിഞ്ഞാൽ കുറവല്ല, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത്യാവശ്യം ഉണ്ട്. നമുക്ക് ACCAക്ക് എന്ന് പറയുമ്പോൾ പല ഫീൽഡിലും നമുക്ക് വർക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു ഓഡിറ്റിംഗ് ഫീൽഡ് മാത്രമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടാക്സേഷൻ ഫീൽഡിൽ മാത്രമോ നമ്മൾ ഒതുങ്ങി കൂടുന്നില്ല. പല ഫീൽഡിലും, ഒരു കമ്പനിയിൽ ഉള്ള പല ഫീൽഡിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു സംഭവമാണ് നമ്മുടെ സാലറി. ഒരു ACCA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി, അൾട്ടിമേറ്റ്ലി നമ്മുടെ സാലറി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ അവർ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സാലറി എന്ന് പറയുന്നത് 3 lakh to 4 lakh per annum വരെയാണ്. അതിനേക്കാൾ കൂടുതൽ വാങ്ങുന്നവരുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് റോളാണ് നമുക്കുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പം നമുക്ക് എത്ര സാലറി കിട്ടും. ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിലും ഒരു 10 lakh per annum ഒക്കെ വാങ്ങുന്ന ഫ്രഷേഴ്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ ACCA എടുക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൾ ZEL എഡ്യൂക്കേഷൻ. ഇത് ആക്ച്വലി ഒരു പ്ലാറ്റിനം അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഐ തിങ്ക് നിങ്ങൾ എല്ലാവരും ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും എന്നുള്ളത്. ഇവർ ആക്ച്വലി 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ACCAയുടെ പാസ് പെർസെൻറ്റേജ് വരുന്നത് 40%, 50% ഒക്കെയാണ്. പക്ഷേ ZEL എഡ്യൂക്കേഷനിൽ മാത്രം പാസ്സായി പോകുന്ന പിള്ളേർ ഇറ്റ്സ് മോർ ദാൻ 85%. ആൻഡ് ഇവർ ആക്ച്വലി ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമുക്ക് ACCA അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യണം. അതിനൊരു 89 pounds ഒക്കെയാണ് വരുന്നത്. അത് ആക്ച്വലി ZEL എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടുന്ന് പാസ്സായി പോയ പിള്ളേരിൽ 100+ സ്റ്റുഡൻസ് ACCA ഗ്ലോബൽ റാങ്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ടാണ് പാസ്സായി പോയിട്ടുള്ളത്. ശരിക്കും നമുക്ക് ACCA റിസോഴ്സസ് ആയിട്ട് നമുക്ക് വരുന്നത് BPP കപ്ലാൻ ഒക്കെ വരുന്നുണ്ടായിരിക്കും. ഇവർ ആക്ച്വലി ഇവരുടേതായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഷുഡ് ബി ഈസി ഫോർ സ്റ്റഡി ആണ്. കാരണം സ്റ്റഡി ഹബൊക്കെ ചുരുക്കിയിട്ട് നമുക്കതൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് നമുക്ക് കുറച്ചും കൂടി എന്തായിരിക്കും ഈസിലി പഠിക്കാൻ പറ്റും. ഷോർട്ട് നോട്ട്സ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്തായിരിക്കും നല്ലൊരു രീതിക്ക് നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരു ഇത്ര പോകുന്ന കട്ടിയുള്ള ബുക്ക് വായിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് എന്താണ്, ഇത്രയും പോകുന്ന ബുക്ക് വായിച്ചെടുക്കല്ലേ, അതിലാകെ കണ്ടന്റ്സ് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ആക്ച്വലി ZEL എഡ്യൂക്കേഷനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദം ഡയറക്ട്ലി. ഞാൻ ആക്ച്വലി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. അത് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ZEL എഡ്യൂക്കേഷൻ അക്കാഡമിക്സ് ടീം ഡയറക്ട്ലി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് അവിടുത്തെ ഫാക്കൽറ്റീസ്, അവിടുത്തെ സ്കെഡ്യൂൾസ്, അവിടുത്തെ ഫീസ് എല്ലാത്തിനെ പറ്റിയിട്ട് അവരോട് ചോദിക്കാം. ആൻഡ് അവർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി ACCAനെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി DM me ഓൺ ഇൻസ്റ്റാഗ്രാം. ആൻഡ് ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്നുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.